ശബരിമല മാസ്റ്റർ പ്ലാൻ. ശബരിമലയെ രാജ്യത്തെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് 1033.62 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ശബരിമല സന്നിധാനത്തിൽ വികസനത്തിനായി 778.17 കോടി രൂപയുടെയും പമ്പ മണപ്പുറത്തിന് വേണ്ടി 207.48 കോടി രൂപയുടെയും പമ്പ മുതൽ സന്നിധാനം വരെ നടപ്പാത വികസനത്തിന് വേണ്ടി 47.97 കോടി രൂപയുടെയും പദ്ധതികൾ ഉൾപ്പെടുന്നു. സർ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൗസും അമ്യൂണിറ്റി സെൻറ്ററും നിർമ്മിക്കാൻ 5 കോടി വകയിരുത്തുന്നു. ആറന്മുള വള്ളംകളിയുടെ പ്രധാന പവലിയൻ നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. പമ്പാനദിയുടെ തീരത്ത് നടക്കുന്ന ആത്മീയ സംഗമമായ മാരാമൺ കൺവെൻഷനുമായും ആറന്മുള വള്ളംകളിയിലെയും ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളെയുമായും ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സൗകര്യങ്ങൾ കോഴഞ്ചേരി വികസിപ്പിക്കുന്നതിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, വളരെയേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന വിവിധ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. MD പഠന കേന്ദ്രം. സർ, മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അഭിമാനമായിരുന്ന MD വാസുദേവൻ നായരുടെ സ്മരണകൾ നിലനിർത്തുന്നതിനായി തിരൂർ തുഞ്ചംപറമ്പിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കും. മലയാള ഭാഷയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്നതും MDയുടെ ജീവിതവും കൃതികളും സംഭാവനകളും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിധമുള്ള പഠനകേന്ദ്രമാവും സ്ഥാപിക്കുക. ഇതിനായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിക്കുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരകം. ശതാബ്ദി പിന്നിട്ട വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും വിശദമാക്കുന്ന സ്മാരകവും പഠനകേന്ദ്രവും വൈക്കത്ത് സ്ഥാപിക്കുന്നതിനായി ആദ്യഘട്ടമായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിൽ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര പദ്ധതിയായ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ പ്രയോജനപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായി സീപ്ലെയിൻ ടൂറിസം ഹെലിപോർട്ടുകൾ, ചെറിയ വിമാനത്താവളങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇന്ത്യയെ ഒരു കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപ്പാദനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാക്ഷം, അംഗൻവാടി പോഷൺ 2.0 തുടങ്ങിയ ദേശീയ പോഷകാഹാര സഹായ പദ്ധതികൾ കേരളത്തിൻ്റെ തനത് പോഷകസമൃദ്ധമായ ചക്കപ്പൊടി കൂടി ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുക്കും. സർ, ഭാഗം 3 പ്ലാനിൻ്റെ ഭാഗമാണ്. സർ, 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന പദ്ധതി വിഹിതം മുൻവർഷത്തെ 30,370 കോടി രൂപയിൽ നിന്നും 32,500 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ആകെ പദ്ധതി അടങ്കൽ 41,653.71 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ സാഹചര്യത്തിലും സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധനവ് വരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. വാർഷിക പദ്ധതി അടങ്കലിലെ വർധനവിൻ്റെ ഗുണഫലം എല്ലാ മേഖലകൾക്കും ഉറപ്പുവരുത്താനും അതോടൊപ്പം പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സർക്കാരിന് കരുത്ത് നൽകും. സർ, കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ 3 വർഷമായി മെച്ചപ്പെട്ട വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.